பெரிய கேங்ஸ்டரா? கேங்க கூட்டிட்டு வரவன் கேங்ஸ்டர், ஒத்தையா வரவன். നെഞ്ചിൽ കുടിയിരിക്കും നൻപ നൻപികൾ അമ്മമാർ എല്ലാവർക്കും എൻ്റെ വണക്കം എന്ന് പറയുന്ന ഒരു ഡയലോഗ് മാറ്റി പിടിച്ചുകൊണ്ട് കേരളത്തിൽ വിജയ് വന്നിരിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഓണത്തിനെ കുറിച്ചൊന്നും ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ലൈവ് ന്യൂസിലടക്കം നമ്മുടെ ഇവിടുത്തെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചാനൽസിലടക്കമുള്ള ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കറുപ്പും വെളുപ്പിനെ കുറിച്ചൊക്കെ പറയുന്ന ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ് ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള വിജയുടെ ഒരു ആഗമനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളിങ് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് അത് വിജയാണോ അതോ മറ്റേതെങ്കിലും നടനാണോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു ഉത്തരം കൂടി നമ്മൾ കാണിക്കുന്നുണ്ട്. കേരളത്തിലുള്ള വിജയുടെ ആ ഒരു വരവിനെ കുറിച്ച് പറയുന്ന സമയത്ത് വിജയ് എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രിവാൻഡ്രത്ത് വിജയ് എത്തിച്ചേർന്നത്. ഇതിന്റെ പിന്നിലുള്ളൊരു സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചിന്ന കഥ, ഒരു കുട്ടി സ്റ്റോറി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവും. വിജയ് ആക്ച്വലി ഈ ഒരു സിനിമയുടെ ഗോഡ് സിനിമയുടെ ഷൂട്ടിംഗ് ഇതിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നായിരുന്നത് അവർ പ്ലാൻ ചെയ്തിരുന്ന സ്ഥലം എന്ന് പറയുന്നത് കേരള ആയിരുന്നില്ല, യഥാർത്ഥത്തിൽ ശ്രീലങ്കയായിരുന്നു. ശ്രീലങ്കയിൽ ഒരുപാട് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് മറ്റൊക്കെ നിൽക്കുന്നത് കൊണ്ടും ഇദ്ദേഹം ഓൾറെഡി ഒരു പൊളിറ്റിക്കൽ പാർട്ടി മറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഗോഡ് ടീം തീരുമാനിക്കുകയാണ് നമുക്ക് ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമുക്ക് കേരളത്തിൽ ഷൂട്ട് ചെയ്യാന്നുള്ളൊരു കാര്യം തീരുമാനിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള നടന്മാരുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ, മമ്മൂട്ടി എന്നൊക്കെയുള്ള നടന്മാരുടെ പേരിന് ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു തമിഴ് നടനാണ്. ലൈക്ക് ആരോ പറഞ്ഞേക്കുന്ന പോലെ ദത്തുപുത്രനാണ് വിജയ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സത്യം തന്നെയാണ്. കാരണം തമിഴ്നാട്ടിലുള്ള നെയ്വേലിയിലുള്ള ക്രൗഡിനെ കണ്ടേക്കുന്ന സമയത്ത് അന്നൊക്കെ ഒരു ചെറിയ ഗൂസ് ബംസ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് കാണുന്ന സമയത്തും ഇവിടെ നടന്നേക്കുന്ന ചില സംഭവ വികാസങ്ങൾ കാണുന്ന സമയത്ത് തന്നെയാണ് ഈ വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് തീർച്ചയായിട്ടും തോന്നിയെന്ന് വേണം പറയാനായിട്ട്. കാരണം വിജയ് വന്നേക്കുന്ന ആദ്യത്തെ ദിവസം സംഭവിച്ചേക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നേക്കുന്ന സമയത്ത് അദ്ദേഹം വന്നേക്കുന്ന എയർലൈൻ്റെ വെബ്സൈറ്റിനകത്ത് വന്നേക്കുന്ന ട്രാഫിക് എന്ന് പറയുന്നത് 5000 ആയിരുന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ശരിക്കും അത് 5000 ആയിരുന്നില്ല, അത് 50,000 ആയിരുന്നു. ശരിക്കും 5000 എന്ന് പറയുന്നത് അതിൻ്റെ കറണ്ട് ഒരു മൊമെന്റിൽ ആ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചേക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് കാണാൻ പറ്റിയേക്കുന്നത്. പക്ഷേ ടോട്ടലായിട്ടും ഏകദേശം 50,000-ൽ പല ആൾക്കാർ ആ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ സംഭവിച്ചേക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണില്ല. കാരണം അവിടെ നിൽക്കുന്ന ക്രൂ അടക്കം, അതായത് എയർലൈൻ ക്രൂസ് അടക്കം എല്ലാവരും അദ്ദേഹത്തിനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടായിരുന്നു. അത് പോരാണ്ട് എയർപോർട്ടിന്റെ മുന്നിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം കാറിലോട്ട് കയറി പോകുന്ന സീനൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആരും ശ്രദ്ധിക്കാതെ പോയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയ് സഞ്ചരിച്ചേക്കുന്ന ആ ഒരു കാറിന്റെ അവസ്ഥ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ശരിക്കും അതാണ് ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത്. വിജയ് കയറിപ്പോയ ഒരു ബ്ലാക്ക് കാർ, അതിന്റെ അവസ്ഥയാണ് നിങ്ങൾക്ക് കാണാൻ വരുന്നത്. ഇതിന്റെ കംപ്ലീറ്റ് ഗ്ലാസും അതിന്റെ ക്യാബിൻ അടക്കം എല്ലാം തകർന്ന് തരിപ്പടായേക്കാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചെന്ന് ഇടിച്ചേക്കുന്നതൊന്നല്ല, യഥാർത്ഥത്തിൽ ഫാൻസുകാർ ഒന്ന് മീറ്റ് ചെയ്തേക്കുന്ന സമയത്ത് ആ ക്രൗഡ് പുള്ളിങ്ങിന്റെ ഒരു പവർ കൊണ്ട്, അത്രയധികം പവർ കൊണ്ട് മാത്രം തകർന്നു പോയിരിക്കുന്ന ഒരു കാറിന്റെ അവസ്ഥയാണ് കാണാൻ വരുന്നത്. എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് ഒരു ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു നടൻ വന്നേക്കുന്ന സമയത്ത് ക്രൗഡ് പുള്ളിങ് കാരണം ഒരു കാർ തകർന്നു പോകാന്ന് പറയുന്നതൊന്നും എൻ്റെ അറിവിലില്ല. ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ക്രൗഡ് പുള്ളിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ ഇമേജ് എന്ന് പറയുന്നത് തലപതി വിജയ് അല്ല, അതിന് മുമ്പേ തന്നെ നിൽക്കുന്ന സാക്ഷാൽ SRK ആണ്. ഷാരൂഖ് ഖാൻ, ദി കിങ് ഖാൻ എന്ന് പറയുന്ന ഷാരൂഖ് ഖാനാണ്. ഷാരൂഖ് ഖാന്റെ മന്നത്ത് എന്ന് പറയുന്ന വീട്, അദ്ദേഹത്തിന്റെ വലിയ കൊട്ടാരം എന്ന് പറയാം, പർട്ടിക്കുലർ സൈഡിൽ നിന്നുകൊണ്ട് അതെങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇങ്ങനെ കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ച് കാണിക്കുന്ന സീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. SRKയുടെ എല്ലാ ബർത്ത്ഡേ സമയത്തും മന്നത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് അതെങ്ങനെ ഫാൻസിനെ മീറ്റ് ചെയ്യുന്ന സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു KGF സിനിമയിലുള്ള സുൽത്താൻ എന്ന് പറയുന്ന സോങ്ങിനകത്ത് റോക്കിയുടെ ഒരു സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. റോക്കി ഇങ്ങനെ വന്ന് നിൽക്കുന്നതും ഇങ്ങനെ ജനങ്ങളെ വന്ന് ഇങ്ങനെ അഭിവാദ്യം ചെയ്യുന്ന ഒരു സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജനങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൈ വന്നിച്ച് നിൽക്കുന്ന ഒരു സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഷാരൂഖ് ഖാനെ കണ്ട് ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്തതാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം അങ്ങനെ ഒരു ക്രൗഡ് പുള്ളിങ് വേറൊരു ബോളിവുഡ് നടനെ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിജയ് ഉണ്ടാക്കുന്ന ഒരു ഓളം എന്ന് പറയുന്നത് നെയ്വേലിയിൽ വെച്ചാണെന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ കേരളത്തിൽ വെച്ചാണെന്നുണ്ടെങ്കിലും വിജയ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓളം എന്ന് പറയുന്നത് ചില്ലറയൊന്നും അല്ല. ഫസ്റ്റ് ഡേ തന്നെ അദ്ദേഹത്തിനെ കാണാൻ വന്നേക്കുന്ന ഫാൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3000-ൽ പരം ഫാൻസ് ആയിരുന്നു. അതിനകത്ത് പല ആൾക്കാരും ജോലി മറ്റൊക്കെ ഉപേക്ഷിച്ച് ജോലി പോയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിക്ക് വന്നേക്കുന്ന ട്രൂ ഫാൻസാണ് അവിടെ വന്നേക്കുന്നത്. രണ്ടാമത്തെ ദിവസമാണെങ്കിലും മൂന്നാമത്തെ ദിവസമാണെങ്കിലും ഇന്നിപ്പോൾ 5ാമത്തെ ദിവസമാണെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ട്രിപ്പിളാണ്. അന്ന് 3000 പേരാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരാണ് ഇന്ന് വിജയനെ കാണാനായിട്ട് വന്നേക്കുന്നുള്ള കാര്യം വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇന്ന് വൈകിട്ടോട് കൂടി അദ്ദേഹം തിരിച്ചു പോകും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
കേരളത്തിലെ ഏറ്റവും വലിയൊരു ക്രൗഡ് പുളർ എന്ന് പറയുന്നത് വിജയാണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് അറ്റ് ഓൾ. ശരിക്കും വിജയാണ് എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരു 7 വർഷം മുമ്പുള്ള ഒരു വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെന്റ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറിപ്പോയി. ബഹുമാന്യരെ, വള്ളുവനാടിന്റെ ഈ ആസ്ഥാനത്ത് മലയാളത്തിന്റെ അഭിമാനമായ ശ്രീ മോഹൻലാലിനെ ഈ BNG വെഡിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സഹർഷം സ്വാഗതം ചെയ്തു. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള സാക്ഷാൽ മോഹൻലാലാണ്, ലാലേട്ടൻ എന്ന് പറയുന്ന മോഹൻലാൽ. ഇത് എവിടെ സ്ഥലം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോടാണ്. കോഴിക്കോട് ഏറ്റവും കൂടുതൽ ഫാൻസ് പവർ ഉള്ള നടൻ ആരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നണു അത് കൂടുതൽ മമ്മൂട്ടി ആയിരിക്കും എനിക്ക് തോന്നണു. എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷേ മോഹൻലാൽ അവിടെ വന്നേക്കുന്ന സമയത്ത് അവിടെ കാണുന്ന ഒരു ക്രൗഡ് പുള്ളിംഗ് ആണ് കാണുന്നത്. പൊതുവെ അറിയാം കോഴിക്കോട്ടുകാർക്ക് ഭയങ്കര സ്നേഹം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ക്രൗഡ് പുള്ളിങ്ങിൻ്റെ ഒരു എക്സ്ട്രീമിറ്റി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഒരു അറ്റം നോക്കണം. എവിടം വരെയാണ് ആൾക്കാർ നിൽക്കുന്നതെന്നുള്ളത് ജസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കണ്ണ് എത്തില്ല, കണ്ണെത്താത്ത ദൂരത്താണ് ആൾക്കാരിങ്ങനെ പാക്കായിട്ട് നിൽക്കുന്നത്. അത്രയും മാത്രം ആൾക്കാരാണ് മോഹൻലാലിനെ കാണാനായിട്ട് അന്ന് കേരളത്തിലെ ഒരു സ്ഥലത്ത് തടിച്ചു കൂടിയത്. എന്താണ് ഇവന്റ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് കണ്ടേക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് മോഹൻലാലിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അത് വേറെ മാറി എന്ന് വേണം പറയാനായിട്ട്. അത് വേറൊരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ കേരളത്തിന് ദത്തുപുത്രനായിട്ട് നിൽക്കുന്ന, കേരളത്തിലെ ഒരു മലയാള സിനിമ പോലും ചെയ്യാത്തൊരു നടൻ, അങ്ങനെയാണ് വേണം പറയാനായിട്ട്, തമിഴ് സിനിമകൾ മാത്രം ചെയ്തേക്കുന്ന മലയാള സിനിമ ചെയ്യാത്തൊരു നടന് അല്ലെങ്കിൽ ഒരു അന്യസംസ്ഥാന നടന് കേരളത്തിലുള്ള നടനെ പോലെ തന്നെ ഇത്രയധികം ഒരു അക്സെപ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വിജയിക്കായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. കൂടെ സൂര്യയുണ്ട്, ചെയ്യാൻ വിക്രണ്ട്, ഒരുപാട് നടന്മാരുണ്ട്, ഇല്ലാന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വിജയ്ക്ക് കിട്ടിയേക്കുന്ന അക്സെപ്റ്റൻസ് പറയുന്നത് വേറെ മാതിരിയാണ്, വേറെ ലെവലാണ്. എനിവേസ്, എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്നത്? കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്രൗഡ് പുള്ളിംഗ് ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു റീസെന്റ് കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇനോഗ്രേഷൻസിനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസ് പറയുന്ന ഒരു മാള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് മാളല്ല, തുണിക്കടയാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അങ്കമാലി അവിടെ വന്നിരിക്കുന്ന സമയത്ത് അവിടെ മൊത്തം അങ്ങനെ ക്രൗഡ് ഇങ്ങനെ വന്ന് പുള്ളി നിൽക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അടുത്ത് കണ്ടായിരുന്നു. അതുപോലെ പൃഥ്വിരാജ് വരുന്ന സമയത്താണെങ്കിലും ക്രൗഡ് പുള്ളിംഗ് ഉണ്ട്. ഒരുപാട് ആക്ച്വലി സെലിബ്രിറ്റീസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആൾക്കാർ കാണാനായിട്ട് വരാറുണ്ട്. പക്ഷേ വിജയ് വന്ന് നിൽക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഞാൻ ചിന്തിച്ചൊരു കാര്യം, വിജയ്ക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ളൊരു കാര്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്നെ ഒരു നടികരായിട്ട് കാണാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങളുടെ വീട്ടിലുള്ളൊരു അംഗമായിട്ട് കണ്ടതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ശരിക്കും അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇവൻ ദോ ഹീസ് ഇൻ പൊളിറ്റിക്സ്, ഇവിടെ അദ്ദേഹത്തിന് ആ പൊളിറ്റിക്സ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ആ ഫാൻസിനോടുള്ള ഒരു അഡ്മിറേഷൻ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. സോ പുള്ളി ഭയങ്കരമായിട്ട് എന്തായിരിക്കും ഫീൽ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ആ തോട്ട് പ്രോസസ്സ്, ഇത്രയധികം ആൾക്കാർ അദ്ദേഹത്തിനെ വന്നിങ്ങനെ കാണാൻ വരുന്ന സമയത്ത് എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഫീലിംഗ് എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, സൂപ്പർ യൂട്യൂബേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതായത് ഒരാൾ വരുന്ന സമയത്ത് വലിയൊരു ക്രൗഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പല ആൾക്കാർ വരുന്ന സമയത്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്രൗഡ് വരുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കാം. തൊട്ടുള്ള ബെൽ ഐക്കൺ അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.